ഹലോ ഓൾ, വെൽക്കം ടു XandY Learning. ലക്ഷക്കണക്കിന് ആളുകൾ വാച്ച് ചെയ്തിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു Chandrayaan 3 എന്ന് പറയുന്ന മിഷൻ്റെ ലോഞ്ചിങ്. ജൂലൈ 14 ഉച്ചക്ക് 2:35 അത് ലോഞ്ച് ആയത്. Chandrayaan 3 എന്ന് പറയുന്ന മിഷൻ ഓഗസ്റ്റ് 23-24 തീയതികളിലാണ് മൂണിൽ ആക്ച്വലി ലാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം IISER ഒരു ലോങ് ജേർണി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കും, പണ്ട് റോക്കറ്റിൻ്റെ പാർട്സ് സൈക്കിളിൻ്റെ കാരിയറിൽ വെച്ച് ലോഞ്ചിങ് സ്റ്റേഷനിലേക്ക് പോയിട്ടുള്ള കാലമുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മളിപ്പം മൂണിലേക്കും അതുപോലെ തന്നെ മാർസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനുള്ള മിഷൻസൊക്കെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ലോകത്തിലെ ബാക്കിയുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് വളരെ ചെറിയ ചിലവിൽ കമ്പയർ ടു അതർ സ്പേസ് ഓർഗനൈസേഷൻസ് വളരെ ചെറിയ ചിലവിലാണ് നമ്മുടെ ഓരോ മിഷൻസും എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, Chandrayaan 3 എന്ന് പറയുന്ന മിഷനിലേക്ക് എത്തുന്നതിന് മുൻപ് Chandrayaan 1 ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ 3 എത്തുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ Chandrayaan പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2008 Chandrayaan 1 എന്ന് പറയുന്ന മിഷൻ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതും. അത് മെയിൻലി ഓർബിറ്റിൽ നിന്നുകൊണ്ട് തന്നെ മൂണിനെ കുറിച്ച് പഠിക്കാനും വേണ്ടിയിട്ടായിരുന്നു അത് പ്രൈമറിലി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു വർഷം അത് വർക്ക് ചെയ്യുകയും അതിന് ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുകയും ചെയ്തു. ചെറിയ രീതിയിൽ ഒരു പ്രോബ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് മൂണിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രൂപത്തിൽ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടെ വലിയൊരു സ്പേസ് മിഷൻ തന്നെയാണ് Chandrayaan 2 പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 2019. എല്ലാവരും ഓർക്കുന്നുണ്ടാവും, അൺഫോർച്ചുനേറ്റ്ലി നമ്മളെല്ലാവരും കാത്തിരുന്നതാണ് അതിൻ്റെ ലാൻഡിങ് കാണാൻ വേണ്ടിയിട്ട്. ലൈവായിട്ട് ഒരുപാട് ആളുകൾ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ വന്ന ചെറിയ ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണം സക്സസ്ഫുൾ ആയിട്ട് ലോഞ്ച് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മുടെ ഒരു എൻ്റയർ നേഷൻ തന്നെ എന്താണ് ഒരുപാട് സങ്കടപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ IISERയുടെ ഡയറക്ടർ തന്നെ ലൈവായിട്ട് സങ്കടപ്പെടുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ബാക്കി അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് Chandrayaan 3 പ്ലാൻ ചെയ്യുന്നതും 2023 ലോഞ്ച് ചെയ്യുന്നതും. ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് കാണാൻ പറ്റും Chandrayaan 3 അതിൻ്റെ മിഷൻ കംപ്ലീറ്റ് ആക്കി മൂണിൽ ലാൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള സ്റ്റഡീസും മറ്റ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സോ Chandrayaan 3യുടെ ലോഞ്ച് കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് പല സംശയങ്ങളും പല കൺസേൺസും ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നെന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് Chandrayaan 3 എർത്തിൽ നിന്ന് മൂണിലേക്ക് പോകുന്ന ഓർബിറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ അത് എർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് സർക്കുലറായിട്ട് അല്ലെങ്കിൽ എലിപ്റ്റിക്കലായിട്ട് മൂവ് ചെയ്തതിന് ശേഷമാണ് മൂണിൻ്റെ ഓർബിറ്റിലെത്തുകയും അവിടെയും ഒരുപാട് റൗണ്ട് അടിച്ചതിന് ശേഷമാണ് അത് മൂണിൽ ആക്ച്വലി ലാൻഡ് ചെയ്യുന്നത്. കുറേ ആൾക്കാരുടെ ഡൗട്ട് ഇതായിരുന്നു, എന്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഡിസ്റ്റൻസ് ഇതിനാണ് ട്രാവൽ ചെയ്യുന്നത്, വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട ആവശ്യമുണ്ടോ, നേരിട്ട് ഇവിടുന്ന് നമ്മുടെ സ്പേസ് ഷട്ടിലിന് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അങ്ങ് പോയാൽ പോരെ, പെട്ടെന്ന് എത്തൂല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ്. നമുക്കറിയാം, എർത്തിൽ നിന്നും എന്ത് കാര്യം ലിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഗ്രാവിറ്റിക്ക് എതിരെയാണ് ആ ലിഫ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് എനർജി അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ആവശ്യമാണ് ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ. അതുകൊണ്ടാണ് റോക്കറ്റുകൾ ആരുടേതാണെന്നുണ്ടെങ്കിലും ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും എല്ലാ സ്പേസ് മിഷൻസിൻ്റെയും ഓർബിറ്റുകൾ സെറ്റ് ചെയ്യുന്നത് ഈ രൂപത്തിലായിരിക്കും. ഇതാകുമ്പോൾ കമ്പാരിറ്റീവ്ലി എനർജി കുറച്ച് ചിലവാകുകയുള്ളൂ. അതായത് നേരിട്ട് എർത്തിൻ്റെ കംപ്ലീറ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് ഓപ്പോസിറ്റായിട്ട് മൂവ് ചെയ്തിട്ട് എർത്തിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എർത്തിലേക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്ത് മൂണിലേക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്ത് മൂണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ റോക്കറ്റിനെ അല്ലെങ്കിൽ സ്പേസ് ഷട്ടിലിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അട്രാക്ഷനെയും റെസിസ്റ്റ് ചെയ്തുകൊണ്ട് വേണം സേഫായിട്ട് അവിടെ ലാൻഡ് ചെയ്യാൻ. എഗെയിൻ അപ്പോൾ ഇവിടുന്ന് ലോഞ്ച് ചെയ്യുന്നത് മാത്രമല്ല, അവിടെ എത്തുമ്പോഴും എന്താണ് കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് അല്ലെങ്കിൽ കൂടുതൽ എനർജി കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണത്. സോ ലാൻഡിങ്ങും അതുപോലെ തന്നെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു സർക്കുലർ ഓർബിറ്റ് ചൂസ് ചെയ്യുന്നതും. കൂടുതൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ട് റിസ്ക്കുകൾ കുറച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ മിഷൻ കംപ്ലീറ്റ് ആക്കാനും സാധിക്കും. അപ്പം മെജോറിറ്റി ആളുകളുടെയും ഡൗട്ടാണ്, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എനിവേ, നമ്മുടെ എൻ്റയർ നേഷന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മൊമെൻ്റാണ് Chandrayaan 3യുടെ ലോഞ്ചിങ്. അത് സക്സസ്ഫുൾ ആയിട്ട് അടുത്ത മാസം മൂണിൽ ലാൻഡ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് പഠനങ്ങളും ഒരുപാട് മെറ്റീരിയൽ കളക്ഷനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് Chandrayaan 3. സോ ഇതുപോലെ തന്നെ നമുക്ക് ലൈവായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ അതിൻ്റെ ലാൻഡിങ് കാണാനുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ആൻഡ് കുട്ടികൾക്ക് ഈ ഒരു ന്യൂസ് വളരെ എക്സൈറ്റിംഗ് ആയി തോന്നുന്നത് പലപ്പോഴും കുട്ടികൾക്കാണ്. സോ XandY ലേണിങ്ങിൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ മൂൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വിസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ജൂലൈ 20-21 ദിവസങ്ങളിലാണ് നമ്മുടെ ഇൻ്റർനാഷണൽ മൂൺ ഡേ വരുന്നത്. അല്ല, അമേരിക്കയിലെ ജൂലൈ 20, അതായത് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ജൂലൈ 21 ഇൻ്റർനാഷണൽ മൂൺ ഡേ ആണ്. വർഷങ്ങൾക്ക് മുന്നേ നീൽ ആംസ്ട്രോങ് ടീമും മൂണിൽ ലാൻഡ് ചെയ്ത ഡേ, അതിൻ്റെ ആനിവേഴ്സറിയാണ് ജൂലൈ 20. സോ നമ്മൾ നെക്സ്റ്റ് ജൂലൈ 21 അടുത്ത വീക്കിൽ ജൂലൈ 21 ഒരു മെൻറ്റി ക്വിസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണൽ മൂൺ ഡേ തീം ആയിക്കൊണ്ട് നമ്മളത് പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സോ എല്ലാ കുട്ടികളും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ് ആ ഒരു ക്വിസിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഗുഡ് ബൈ.